വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ സഹപ്രവർത്തകരായ ടീച്ചേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷത്തെ അക്കാഡമിക് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് തരിക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ഓൺ ചെയ്ത് എനിക്ക് പറയാനുണ്ട്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് 2024-25 വർഷമെന്ന് പറയുന്നത് വളരെ സംഭവ ബഹുലമായൊരു വർഷം തന്നെയായിരുന്നു എന്ന് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറേ ഓർമ്മപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത്, കഴിഞ്ഞ വർഷം നമ്മൾ ഈ കോൺവക്കേഷൻ ഇരിക്കുന്ന സമയത്ത് ഈ വേദിയിലുണ്ടായിരുന്ന നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് HOD ഷെല്ലി സാർ എന്ന് പറയും, നമുക്കൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ആരോഗ്യപരമായ, ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നു. അദ്ദേഹം ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വീഡിയോ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അത് വളരെ വേദന ഉണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം അദ്ദേഹത്തിനൊപ്പം ചിലവഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര വിഷമമുണ്ടാക്കി. കുറേ ആൾക്കാർക്കൊക്കെ അറിയും തോന്നുന്നു. എന്തായാലും അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു അല്ലേ. നമുക്ക് കഴിഞ്ഞു പോയ സംഭവങ്ങളെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല, വരാനിരിക്കുന്ന സംഭവങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് അറിയില്ല. നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് എന്ന് പറയുന്നൊരു ദിവസം മാത്രമാണ്. അപ്പോൾ ആ ഒരു പ്രസൻറ്റ്, ഇന്ന് എന്നുള്ളൊരു ദിവസത്തെ എത്രമാത്രം മനോഹരമാക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കുണ്ടായ നഷ്ടങ്ങൾ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ആദ്യം കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഹൈദ്രോസ് സാർ. അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഒരു വിദ്യാർത്ഥി, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ആ വിദ്യാർത്ഥിനിയുടെ ഒരു വിയോഗം. അതുപോലെ തന്നെ റീസെൻ്റ്ലി നമുക്കുണ്ടായൊരു നഷ്ടം സിദ്ദീഖ് സാർ, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അങ്ങനെ ഓർക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എല്ലാവരുടെയും മനസ്സിൽ നമുക്കൊരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല. അപ്പോൾ നല്ല സ്വഭാവത്തിന് ഉടമകളായിരിക്കാൻ ശ്രമിക്കുക, ഏറ്റവും നല്ല രീതിയിൽ വിനയത്തോടെ എല്ലാവരോടും പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഈ വേദിയിലിരിക്കുന്ന എനിക്കോ ഇവിടെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോ ഒന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ ഒരു ഗ്രാജുവേഷൻ സെറിമണി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ വലിയൊരു മൊമെൻ്റാണ്. അത് മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ അത് ആസ്വദിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി കഴിഞ്ഞ വർഷത്തെ അക്കാഡമിക് റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇതേ സമയം ഏകദേശം ജൂലൈയിലാണെന്ന് തോന്നുന്നു നമ്മൾ കോൺവക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം വന്നൊരു ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് രക്ഷിതാക്കളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഡിഗ്രി തലത്തിൽ വലിയൊരു മാറ്റം ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നു. 4 വർഷ ഡിഗ്രി എന്ന് പറയുന്നൊരു സംവിധാനം കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം നമുക്ക് ആദ്യത്തെ ബാച്ചിന് നമ്മൾ അഡ്മിഷൻ എടുത്തു. അതിന് മുന്നോടിയായിട്ട് ടീച്ചേഴ്സിനൊരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് 4 വർഷ ഡിഗ്രി, അതിനുവേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. അതിലെനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം ഗവൺമെൻറ് പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ ഈ മാറ്റം എത്രമാത്രം അധ്യാപകർ ഉൾക്കൊള്ളും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റ് പല കോളേജുകളും, ഈവൻ ഗവൺമെൻറ് കോളേജിലെ ടീച്ചേഴ്സ് പോലും ഡൗട്ട് ചോദിക്കാൻ നമ്മുടെ ടീച്ചേഴ്സിനെയാണ് വിളിച്ചിരുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഒരു ഏപ്രിൽ മെയ് ആ ഒരു 2 മാസം കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ളൊരു പഠനം നടത്തി, നമ്മളൊരു വർക്ക്ഷോപ്പ് നടത്തി, ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് എല്ലാ തലത്തിലും ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ടീച്ചേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് അത് പെട്ടെന്ന് പഠിച്ചെടുത്തു. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം ഈ മാറ്റം എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് എനിക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ നമ്മുടെ ടീച്ചേഴ്സ് എടുത്ത എഫേർട്ടിന് ഭയങ്കര ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം അത് പെട്ടെന്നായിരുന്നു അവർ ആ മാറ്റത്തിനോട് ഇണങ്ങി ചേർന്നത്. ഈവൻ ഗവൺമെൻറ് കോളേജിലെ ടീച്ചേഴ്സ് പോലും ഡൗട്ട്സ് ചോദിച്ചിട്ട് നമ്മുടെ ടീച്ചേഴ്സിനെ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രെയിനിങ് നടത്തി വളരെ എഫക്റ്റീവായിരുന്നു. അതിനുശേഷം നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആസ് യൂഷ്വൽ നമ്മൾ ജൂൺ 5 എല്ലാവർക്കും അറിയാം, പ്രകൃതി ദിനം അല്ലേ, ലോക പരിസ്ഥിതി ദിനം എന്നറിയപ്പെടുന്ന ജൂൺ 5. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ടിവിറ്റീസും കോമ്പറ്റീഷൻസൊക്കെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിരുന്നു. നമ്മൾ തൈകൾ നട്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്ത് കടന്നതിന് ശേഷമാണ് കോൺവക്കേഷൻ പ്രോഗ്രാമിന് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കോൺവക്കേഷൻ പ്രോഗ്രാം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ നടത്തിയിരുന്നു. ഓരോ കോൺവക്കേഷൻ കാണുമ്പോഴും സന്തോഷമാണ്. കാരണം ഇത്രയും അധികം വിദ്യാർത്ഥികളെ നമ്മൾ സൊസൈറ്റിയിലേക്ക് വിടുകയാണ്. ഇനി ഇവർ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവരെ മാത്രമല്ല, അവരുടെ വീട്ടുകാരെ മാത്രമല്ല, ഞങ്ങളെയും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ എന്താണോ അതാണ് അവരിലൂടെ റിഫ്ലക്റ്റ് ആവുക എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. എന്തായാലും ഈ പാസ് ഔട്ടായ എല്ലാ ആളുകൾക്കും വളരെയധികം വലിയൊരു ആശംസ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുകയാണ്, നേരുകയാണ്. ഓക്കെ, ഇനി നമ്മൾ അതിന് ശേഷം കോൺവക്കേഷന് ശേഷം നമ്മൾ നടത്തിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് യോഗ ഡേ, മ്യൂസിക് ഡേയുമായി ബന്ധപ്പെട്ട് കുറച്ച് ട്രെയിനിങ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ നടത്തിയിരുന്നു. അതും അത്യാവശ്യം നല്ല രീതിയിൽ നടത്താൻ ടീച്ചേഴ്സിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ED ക്ലബിൻ്റെ ഇനോഗ്രേഷൻ നമ്മൾ നടത്തിയിരുന്നു.
അപ്പോൾ ഈ ED ക്ലബ്ബ് എന്ന് പറയുന്നത് കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന ഒരു ആശയം തന്നെയാണ്. അത് എല്ലാ കൊല്ലവും പുതിയ പുതിയ ആശയങ്ങൾ ടീച്ചേഴ്സ് നടപ്പിലാക്കുന്നുണ്ട്. ED എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വം വികസിപ്പിക്കുക, അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള പല ബിസിനസ് ആശയങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാ വിദ്യാർത്ഥികളുടെ ഉള്ളിലും പലതരത്തിലുള്ള ആശയങ്ങളുണ്ടാവും. അത് നല്ല രീതിയിൽ എങ്ങനെ ഒരു ബിസിനസ്സാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതിന് ഈ ED ക്ലബ്ബ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ED ക്ലബിൻ്റെ ഒരു ഇനോഗ്രേഷൻ നമ്മൾ നടത്തിയിരുന്നു. നമ്മുടെ തന്നെ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഗഫൂർ സാർ ആയിരുന്നു അത് ഇനോഗ്രേറ്റ് ചെയ്ത് സംസാരിച്ചത്. അതിലിരുന്ന വിദ്യാർത്ഥികൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്തത്, അദ്ദേഹം എങ്ങനെ ബിസിനസ് ചെയ്തു, ബിസിനസ് രംഗത്തേക്ക് അദ്ദേഹം എങ്ങനെ വന്നു, അതിൽ നിന്ന് എങ്ങനെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കി എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഒരുപാട് നല്ല രീതിയിൽ വിദ്യാർത്ഥികളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടായി. കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമുക്കും ബിസിനസ് ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഇൻസ്പിറേഷനായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ നടത്തിയെടുക്കാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കോർഡിനേറ്റേഴ്സിന് ആശംസകൾ. അതുപോലെ തന്നെ നമ്മൾ ജൂലൈ 1 ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷമാണോ, ഞാൻ ജോലി ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് ജൂലൈ 1 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിന് ഒരു പ്രവേശനോത്സവം സംഘടിപ്പിക്കുക. നമ്മൾ എപ്പോഴും കാണുന്നതാണ് ജൂൺ 1 LKG അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനോത്സവം എന്നുള്ളതുപോലെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു 4 വർഷ ഡിഗ്രി കഴിഞ്ഞ കൊല്ലമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ഘാടനം സംസ്ഥാനത്തൊട്ടാകെ നടത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്, നമ്മുടെ മാനേജർ സാർ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളും ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആദ്യമായിട്ട് നടത്തി. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്, മറ്റ് പല സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ആദ്യത്തെ ദിവസം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെക്കാളും നമുക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ ഈ പരിസരത്തുള്ള, ഞാൻ കോൺടാക്ട് ചെയ്ത കുറേയൊക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഡേ തന്നെ നമുക്കിവിടെ എത്തിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. കൂടാതെ കഴിഞ്ഞ വർഷമാണ് നമുക്ക് 2 കോഴ്സുകൾ പുതിയതായിട്ട് ലഭിച്ചത് കോളേജിന്. BCA ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന 2 കോഴ്സുകൾ കൂടെ കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉണർവ് ആ ഒരു ദിവസം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പല രീതിയിലുള്ള പരിപാടികളും അതുപോലെ തന്നെ ഫീൽഡ് വിസിറ്റുകളും നടത്തിയിരുന്നു. നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. റിപ്പോർട്ടർ ചാനലിലേക്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ വിസിറ്റായാലും, അതുപോലെ അന്ന അലുമിനിയം കമ്പനിയിലും, അതുപോലെ കോയമ്പത്തൂരുള്ള ബ്രൂക്ക് ഫീൽഡ്സിലേക്കും കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ വിസിറ്റായാലും എല്ലാം വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് അവിടെ നടക്കുന്നത്. ഒരു വിദ്യാർത്ഥി ഒരു ജോലി ലഭിച്ചൊരു ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്താണ് നടക്കുന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ വിദ്യാർത്ഥിക്ക് വേണം. അപ്പോൾ ആ വിദ്യാർത്ഥികളെ കൊണ്ട് നേരിട്ട് അവിടെ പോയി അവിടെ എന്താണ് നടക്കുന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കരുതുന്നു. അതൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടെയാണ്. ഇപ്പോൾ സയൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഒരു ലൂമിനസ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലേക്ക് വിസിറ്റ് നടത്തുന്നു. മേഴ്സി കോളേജിൽ നടത്തിയൊരു എക്സിബിഷനിലേക്ക് ഫിസിക്സ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുകാർ പോകുന്നു. അങ്ങനെ ഒരുപാട് വിസിറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് നേരിട്ടൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതും വിദ്യാർത്ഥികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ക്ലബ്ബ് എന്ന് പറയുന്നൊരു ആശയം, അതായത് നമുക്കറിയാം കാഴ്ച പകർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇപ്പം നിങ്ങളോട് ചോദിച്ചാലും ഒരു ഫോട്ടോയിൽ നമ്മൾ നല്ല രീതിയിൽ കാണുക അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല രീതിയിൽ കാണുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോഗ്രാഫി ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ഫോട്ടോഗ്രാഫി ക്ലബ്ബ് തുടങ്ങിയിരുന്നു. 3rd ഇയർ ഈ വിദ്യാർത്ഥികൾ അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻട്രസ്റ്റുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു നമ്മളത് പറഞ്ഞിരുന്നത്. എന്നാലും കുറേയൊക്കെ വിദ്യാർത്ഥികൾ അതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റീൽസ് കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത പാരൻസ് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളോട് ഒന്ന് കാണിച്ചു തരാൻ പറയണം. കുറേയൊക്കെ വിദ്യാർത്ഥികൾ, ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളിൽ അഭിനയിച്ച വിദ്യാർത്ഥികളുണ്ട്. ചിലപ്പോൾ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ല അവരുടെ അഭിനയം കാര്യങ്ങളൊന്നും. അപ്പോൾ നല്ല രീതിയിൽ അവർ ആക്ട് ചെയ്ത് റീൽസ് ഉണ്ടാക്കി ആ കോമ്പറ്റീഷനിൽ ജയിച്ച ആളുകൾക്ക് നമ്മൾ ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഒരുപാട് ഹിഡൻ ടാലൻസ് ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായിട്ട് വേറൊരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊരു സെഷൻ നടത്തിയിരുന്നു. നമുക്കൊക്കെ അറിയാം നമ്മുടെ കയ്യിലൊക്കെ കാശുണ്ട്. കയ്യിൽ 5 ഉണ്ടാവും, 10 ഉണ്ടാവും, 500 ഉണ്ടാവും, 100 ഉണ്ടാവും. കയ്യിലുള്ള കാശിനെ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ കാശ് ഏത് രീതിയിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ചെറിയ സെഷൻ ഇവർക്ക് ഞാൻ എടുത്തു കൊടുത്തിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എല്ലാവരും കേൾക്കേണ്ട സെഷൻ ആയിരുന്നു. എന്നിരുന്നാലും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ടാണ് നമുക്ക് ആ സെഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിലൂടെ കുറേ നോളേജ് അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. പുതിയ കുറേ കാര്യങ്ങൾ വെറുതെ പഠിച്ച് പോവുക. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ നല്ലൊരു കോളേജിൽ തന്നെയാണ് പഠിച്ചത്. BCom പഠിച്ചു കഴിഞ്ഞു. BCom പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട്, അന്നൊന്നും ഫോണൊന്നുമില്ല, അപ്പോൾ ആദ്യമായിട്ടൊരു ബാങ്കിൽ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് കുറച്ച് കാശ് തന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ബാങ്കിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എന്ത് ഫോം ഫില്ല് ചെയ്യണമെന്ന് എനിക്കറിയില്ല.
ഈ കാശ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു 5 മിനിറ്റ് അവിടെ വെറുതെ നിന്നു. ഞാൻ വെറുതെ നിൽക്കുന്ന കണ്ടിട്ട് വാച്ച്മാനാണ് വന്നിട്ട് എനിക്ക് ഫോം ഫില്ല് ചെയ്ത് തന്നത്. വാച്ച്മാൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡോറ് തുറന്നു തരിക, സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറ്റിയത്. എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വെറുതെ വിദ്യാഭ്യാസം നേടുകയല്ല, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്രാക്ടിക്കലായിട്ടുള്ള കുറേ നോളജ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ, ഈ പഠനത്തോടൊപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് എപ്പോഴും ഞങ്ങൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നടത്തുന്ന വേറൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്. എല്ലാ വർഷവും +2 വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു ടെഗ്ഗാല എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ പരിസരത്തുള്ള പല ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളോട് മത്സരിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളിൽ പലരും വോളണ്ടിയേഴ്സായിട്ട് ആ പ്രോഗ്രാമിന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോയൻസ്, അതുപോലെ PMG, അതുപോലെ ബിഗ് ബസാർ സ്കൂൾ, പുളിയപ്പറമ്പ് സ്കൂൾ, CFD സ്കൂൾ, പർലി സ്കൂൾ തുടങ്ങിയ ഒരുപാട് സ്കൂൾ, കോട്ടായി, പെരുങ്ങോട്ടൂർശി സ്കൂളിൽ നിന്നൊക്കെ ഏകദേശം ഒരു 100ഓളം വിദ്യാർത്ഥികൾ വന്ന് പങ്കെടുക്കുന്ന പരിപാടികൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള മത്സരങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാവും. ആ മത്സരങ്ങളിൽ ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാശും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രോഫീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു സജഷനായിരുന്നു, +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതൊരു നല്ല ആശയമായിരുന്നു. 2 വർഷമായിട്ട് നമ്മളത് നല്ല രീതിയിൽ നടത്തി വരുന്നു. ഈ വർഷവും നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് കോമ്പസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമായിരുന്നു. ഇൻ്റർ കോളേജ് പ്രോഗ്രാമായിട്ട് നമ്മൾ പലതും നടത്തിയിരുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നടത്താനായിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം വേണ്ടേ എന്ന് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിച്ചപ്പോഴാണ് കോമ്പസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തത്. അത് നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ഫൈനൽ ഇയർ ഡിഗ്രി സ്റ്റുഡൻസ് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ടീം ഉണ്ടായിരുന്നു. വിജയിച്ചത് ഫസ്റ്റ് ഇയർ ടീമായിരുന്നെങ്കിലും ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളും നല്ല രീതിയിൽ അതിൽ പെർഫോം ചെയ്തിരുന്നു. പിന്നെ നമ്മൾ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തിയ കുറച്ച് നല്ല പരിപാടികൾ കഴിഞ്ഞ വർഷം നമുക്ക് കാണാൻ സാധിച്ചു. അതിലൊന്നെന്ന് പറയുന്നത് ഒരു എക്സിബിഷൻ ആയിരുന്നു. അതിൽ നമ്മുടെ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഷംസുദ്ദീൻ സാർ കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട്. ഒരു നല്ലൊരു എക്സിബിഷൻ അവർ കണ്ടക്ട് ചെയ്തു. അതുപോലെ തന്നെ ക്യൂസ് കോമ്പറ്റീഷൻസ് അവർ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി കണ്ടക്ട് ചെയ്തിരുന്നു. അതെല്ലാം എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന നല്ല കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും പുറമെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും നടത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെന്ന് പറയുന്നത് NSSൻ്റെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ആയിരുന്നു. NSS ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഈ റീസെൻ്റ്ലി ചെയ്തത് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 5 എന്ന് പറയുന്ന പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഒരുപാട് നല്ലൊരു ആശയം, ഒരു വിത്തുരുണ്ട എന്ന് പറയുന്ന ഒരു ആശയം നടപ്പിലാക്കി പല LP സ്കൂളിലും UP സ്കൂളിലും വിദ്യാർത്ഥികൾക്ക് കൊണ്ട് വിതരണം ചെയ്തിരുന്നു. അത് നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു. ഒരു നല്ല സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ NSS ചെയ്തത്. കഴിഞ്ഞ വർഷവും ഒരുപാട് ആക്ടിവിറ്റീസ് NSS ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യും എന്നുള്ള പ്രതിജ്ഞ അവരെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധേയമായൊരു പരിപാടി എന്ന് പറയുന്നത് IQAC, അതുപോലെ തന്നെ വുമൺസ് സെൽ. നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ കീഴിലൊരു വുമൺസ് സെല്ലുണ്ട്. വുമൺസ് സെല്ലിൻ്റെ കോർഡിനേറ്ററും അതുപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സും ഉൾപ്പെട്ട വലിയൊരു ടീം കഴിഞ്ഞ വർഷം വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഏകദേശം ഒരു 10-20 ദിവസത്തോളം നീളുന്ന ഒരു വലിയൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. വുമൺസ് സെൽ, സഹേലി എന്ന് പറയുന്നൊരു വുമൺസ് സെൽ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തു. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ തന്നെ ഒരുപാട് പരിപാടികൾ ചെയ്തു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ അയൽക്കൂട്ടം കുടുംബശ്രീയിലെ ചേച്ചിമാർ വന്നിരുന്നു. അവർക്കൊരു ആദരം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാരൻസ് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ എന്ന് പറയും. കാരണം രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ പണിയാണ്. അതിനൊരു ദിവസം പോലും നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. കഴിച്ച ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് പറയലില്ല, നിങ്ങൾ ചെയ്ത കാര്യം വലുതാണെന്ന് പറയലില്ല, നിങ്ങൾ ചെയ്ത് തന്നതിന് നന്ദി എന്ന് പറയലില്ല. അപ്പോൾ ഞാനതെപ്പോഴും കുട്ടികൾക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും വേണ്ട അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനമാണെന്ന് വിചാരിക്കുന്ന വേസ്റ്റ് പെറുക്കാൻ വരുന്ന ചേച്ചിമാരുണ്ട്. അപ്പോൾ അവർക്കൊരു ആദരം അല്ലെങ്കിൽ അവർക്കൊരു അപ്രീസിയേഷൻ എവിടെ നിന്നും കിട്ടാനില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി അവർക്കൊരു ആദരം കൊടുത്തപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ തന്നെ കിട്ടിയ ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ ആയിരുന്നു അത്. വുമൺസ് സെല്ല് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഈ പറയുന്ന പോലെ തന്നെ പല സ്ഥലങ്ങളിൽ, പാലക്കാടിലെ ഒരു 4-5 സെലക്റ്റഡ് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യാൻ ചെറിയൊരു ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് ഭയങ്കര ശ്രദ്ധ നേടിയ ഒരു പരിപാടി കൂടിയാണ്. ചാനലുകളുടെയും പത്രങ്ങളുടെയൊക്കെ ശ്രദ്ധ നേടിയ ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ഒരു ഫ്ലാഷ് മോബ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതും വുമൺസ് സെല്ലിൻ്റെ ഭാഗത്തുണ്ടായ വലിയൊരു തീരുമാനമാണ്. പിന്നെ കുറേ കോമ്പറ്റീഷൻസ്. അപ്പോൾ ഇൻഫാക്റ്റ് ആക്ച്വലി കഴിഞ്ഞ വർഷം അവസാനത്തോടടുത്ത് ഏറ്റവും നല്ല പ്രോഗ്രാമുകളിൽ ഒന്ന് തന്നെയായിരുന്നു വുമൺസ് സെല്ലിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൻ്റെ കോർഡിനേറ്ററായ ജനൂഫിയ ടീച്ചർക്കൊപ്പം നിന്ന് വർക്ക് ചെയ്ത എല്ലാവർക്കും അന്ന് തന്നെ നമ്മൾ ഒരുപാട് അപ്രീസിയേഷൻ കൊടുത്തതാണ്. അതും ഈ ഒരു അവസരത്തിൽ എന്ത് ചെയ്യാണ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
പിന്നെ നമ്മുടെ യൂണിയൻ ഇനോഗ്രേഷൻ നമുക്ക് നമ്മുടെ ബഹുമാന്യനായ MLA, ഇപ്പോൾ റീസെൻ്റ്ലി സെലക്ട് ചെയ്ത MLA രാഹുൽ മാങ്കോട്ടത്തിൽ സാറായിരുന്നു വന്നിരുന്നത്. അപ്പോൾ യൂണിയൻ ഇനോഗ്രേഷൻ നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു വർക്ക് എന്ന് പറയുന്നത് മാഗസിൻ്റെ വർക്കായിരുന്നു. അപ്പോൾ മാഗസിൻ എഡിറ്ററും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് എഡിറ്ററും അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആക്ടിവിറ്റീസ് ഫുൾ ഒരു പുസ്തക രൂപത്തിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അനാർക്കലി ടീച്ചർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷിലെ അനാർക്കലി ടീച്ചർ സ്റ്റാഫ് എഡിറ്ററായി, അതുപോലെ തന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സും നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പ്ലസ് സ്റ്റുഡൻറ്റ് കോർഡിനേറ്റർ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് എഡിറ്ററായിട്ടുള്ള അമാനും ഒരുപാട് അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു മാഗസിൻ നമുക്ക് കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്യാൻ പറ്റി. ആ മാഗസിൻ റിലീസ് ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട MP ആയിരുന്നു, ശ്രീകണ്ഠൻ സാറായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുന്നേ കൂടെ സാറെ കണ്ടേ ഉള്ളൂ. അപ്പോൾ സാർ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. സാർ ഇപ്പോഴും അതൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നല്ലൊരു മാഗസിൻ റിലീസ് ചെയ്യാൻ പറ്റി. അതും സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ എഫേർട്ട് കൊണ്ടാണ്. ഇന്നിവിടെ ഇല്ല, ആ വിദ്യാർത്ഥിനിയുടെ പേരും കൂടെ പറയണം, ജസീല പർവീൻ എന്നാണ്. നല്ലപോലെ വരയ്ക്കും, അപ്പോൾ നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയും ഞാൻ ഈ ഒരു അവസരത്തിൽ വളരെയധികം അഭിനന്ദിക്കുകയാണ്. കാരണം ആ കുട്ടി മാഗസിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ മാഗസിൻ കാണാത്ത ആളുകൾക്കായിട്ട് ആ മാഗസിൻ ഡിസ്ട്രിബ്യൂഷനുള്ള പണികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാസ്റ്റർ കോപ്പി മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫൈനൽ കോപ്പി ആയതിനു ശേഷം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഓവറോൾ നമ്മൾ ഇത്രയധികം ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ട്. ഞാൻ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ആക്ടിവിറ്റീസ് ഒന്നും ഞാൻ ഇതിൽ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും എല്ലാ ടീച്ചേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷനോട് കൂടിയിട്ടാണ് ഇത്രയും നല്ല ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, കണ്ടക്ട് ചെയ്യാൻ പറ്റിയത്. അതിനൊക്കെ സപ്പോർട്ടായി നിന്നത് ഇക്ബാൽ സാർ, അതുപോലെ നമ്മുടെ പ്രിൻസിപ്പൽ അബ്രാർ സാർ, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായി നിന്ന മാനേജർ സാർ, എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസ് നല്ലപോലെ നടന്നിട്ടുണ്ട്. ഇക്കൊല്ലം ഇതിലും നല്ല രീതിയിൽ നമുക്ക് ആക്ടിവിറ്റീസ് നടത്തണം എന്നുള്ളതാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഏതെങ്കിലും ആക്ടിവിറ്റി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ മാക്സിമം കളക്ട് ചെയ്ത് എല്ലാ ആക്ടിവിറ്റീസും നിങ്ങളോട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വിദ്യാർത്ഥികൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. അത് ഈ ബാച്ചിന് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു തരത്തിലും വല്ലാതെ മുഷിപ്പിക്കാതെ 3 വർഷം കംപ്ലീറ്റ് ചെയ്തൊരു ബാച്ചാണ് ഇവരുടേത്. ഒരു തരത്തിലും നമ്മളെ അല്ല, ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളും മുഷിപ്പിച്ചു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ തന്നിട്ടില്ല. പ്രത്യേകിച്ച് ടൂറ് കൊണ്ടുപോയിരുന്നു ഇവർ. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ഹൈദരാബാദിലേക്കായിരുന്നു ഇവരെ ടൂറ് കൊണ്ടുപോയത്. എന്നും ടൂറ് അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുട്ടികളുടെ ഭാഗത്തു നിന്നല്ല, ചിലപ്പോൾ പാക്കേജുകാരുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ചിലപ്പോൾ ടൂറ് രസമായില്ല എന്ന് കുട്ടികൾ പറയലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പാക്കേജുകാർ എത്രമാത്രം കുഴപ്പമുണ്ടാക്കിയാലും ഇവർ അതിനൊക്കെ ഓവർകം ചെയ്ത് നല്ല രീതിയിൽ ഇവരുടെ സ്വഭാവം കൊണ്ടായാലും ശരി, ഇവരുടെ ആവേശം കൊണ്ടായാലും ശരി, നല്ല രീതിയിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു 3-4 ദിവസം നമ്മൾ ട്രെയിനിലായിരുന്നു പോയി വന്നിരുന്നത്. നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. തിരിച്ചു വന്നപ്പോൾ നല്ലൊരു പനി പിടിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ ടൂറ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ടൂറിൻ്റെ മാത്രമല്ല, ക്ലാസ് എടുക്കുന്നതായാലും. ഇപ്പോൾ BCom ഒക്കെ ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു 50-55 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അത്രയും പിള്ളേരുള്ളൊരു ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവർ ഒരിക്കൽ പോലും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഇവരൊരു സ്പെഷ്യൽ അപ്രീസിയേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബാച്ചിൽ സയൻസ് ഒഴികെ എക്കണോമിക്സിന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, കൊമേഴ്സിന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പേഴ്സണലി നല്ല വിദ്യാർത്ഥികളാണ്. അപ്പോൾ ദേ ഡിസേർവ് മോർ. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചറിൽ അവർ നല്ല രീതിയിൽ അച്ചീവ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പാണ്. ഒറ്റ കാര്യമുള്ളൂ, എത്ര വലിയ ഹൈറ്റ്സിലെത്തിയാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നിങ്ങൾ അഹങ്കരിക്കരുത്. നിങ്ങളുടെ താഴെയുള്ളവരെ നോക്കുക, അവരെ സഹായിക്കുക. ഓക്കെ, താങ്ക് യു.